സി ജോസഫ് വിജയ് എന്നും ഞാൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം. കാരണം കുറേ നാളുകളായി ആ മനുഷ്യൻ ശരിക്കും കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഭൂരിപക്ഷ സീറ്റോടു കൂടി ജയിക്കുകയും ചെയ്ത്. പക്ഷേ എന്നിരുന്നാൽ പോലും അധികാരത്തിൽ ആ കസേരയിലേക്കൊന്നും ഇരിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ പറ്റുന്നില്ലായിരുന്നു. റിസൾട്ട് വന്ന 5-6 ദിവസമായിട്ടും ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവിടെയുള്ള നിലവിൽ ഭരിച്ചിരുന്ന പാർട്ടിക്കാരും എല്ലാവരുമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. ശരാശരിയായിട്ടുള്ള എല്ലാ വിജയ് ഫാൻസും ആഗ്രഹിച്ചിരുന്നിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് നടന്ന സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മനുഷ്യൻ ആ ഒരു സ്ഥാനത്തെത്തിയത്. അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്, ഇത്രയും നാളും നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹം ആ ഒരു സീറ്റിലേക്ക് എത്താൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതൊരു ബാഹുബലി സ്റ്റൈൽ സത്യപ്രതിജ്ഞ, വിജയ് സ്റ്റൈൽ സത്യപ്രതിജ്ഞ അങ്ങനെയൊന്നും നമുക്ക് പറയാമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സി ജോസഫ് വിജയ് എന്നും ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോസിട്ട് ജനങ്ങളുടെ ആഘോഷമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടാണ് ലൈവ് കണ്ടപ്പോൾ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബാഹുബലി സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലൊരു പോസിട്ട് ജനങ്ങളുടെ ആഘോഷം. അതിനുശേഷമാണ് അദ്ദേഹം ബാക്കിയുള്ള സത്യപ്രതിജ്ഞാ വാചകങ്ങൾ അദ്ദേഹം ചൊല്ലിയത്. അത് ചൊല്ലിയത് തന്നെ അദ്ദേഹം കാണാപ്പാഠം പഠിച്ചാണ് ആ സത്യപ്രതിജ്ഞ അദ്ദേഹം മുഴുവനാക്കിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം ഡയലോഗ് പഠിക്കുന്ന പോലെ കാണാപ്പാഠം പഠിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു ചീഫ് മിനിസ്റ്റർ സത്യപ്രതിജ്ഞ ആ ഒരു പ്രതിജ്ഞ കാണാപ്പാഠം പഠിച്ച് പറയുന്നത്. ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല അങ്ങനെ നടന്നിട്ടുണ്ടോയെന്നും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും ഇനി തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കും. വിജയുടെ ഭരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങളിൽ നിന്നും ഒരു പൈസ പോലും എടുക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിൻ്റെ ഭരണം കുറേ കൂടെ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ ഏതായാലും ഉണ്ടാകും.